പ്രിയപ്പെട്ടവരെ, ഇന്ന് എല്ലാവരെയും ഹാർദവമായി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്ന, നിങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഉണ്ടെങ്കിൽ, അതായത് ഇത് ഭേദപ്പെടുത്താനുണ്ടെങ്കിൽ, അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടണം, നല്ലതായിരിക്കും. അതുപോലെ നിങ്ങളുടെ നിയോഗങ്ങൾ, അനുദിന നിയോഗങ്ങളില്ലേ, അത് അന്നത്തെ നിയോഗങ്ങൾ, ഞാൻ നിങ്ങളുടെ നിയോഗങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നിയോഗങ്ങൾ കാണും ചിലപ്പോൾ വേറെ, അപ്പം അതൊന്ന് അടിച്ചിടണം, നല്ലതായിരിക്കും. നിയോഗങ്ങൾ ചേർക്കണം. ഓക്കെ, ലെറ്റ്സ് കം ടു ദി പ്രേയർ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറയണേ. ഇന്നത്തെ നിയോഗം എന്ന് വെച്ചാൽ പ്രാർത്ഥന ആവശ്യം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അൾത്താറെ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ചൊറിയും ചിരങ്ങും ഒക്കെ വന്ന് തൊലിക്ക് എല്ലാം തൊലിവ് ഊതി നീറി ഒക്കെ വേദനിച്ച് ഉറക്കമില്ലാതെ കിടക്കുന്നവരെ തങ്ങളുടെ വിശുദ്ധമായ രക്തം തളിച്ച് കർത്താവെ സുഖപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. മരുന്നുകൾ തെറ്റിക്കഴിച്ചത് കാരണം, തെറ്റിക്കൊടുത്തതിൻ്റെ കാരണം, ഉള്ളിച്ചെന്ന കാരണം വ്യത്യസ്തമായ അലർജി രോഗങ്ങൾ വന്നിട്ടുള്ളവരുണ്ട്. നമുക്ക് സഹിക്കാനോ കാണാനോ പറ്റാത്ത രീതിയിലുള്ള വികൃതകോലങ്ങളായി പോയിട്ടുണ്ട്. കർത്താവെ, അവരെ ഇനി മെഡിസിനും ശാസ്ത്രത്തിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അമ്മയെ പരിശുദ്ധമ്മയെ, ദേവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായി ആ മക്കളിലെ അമ്മയുടെ കൈകൾ പോലെ പൂ പോലെയുള്ള കൈകളായി, ഭംഗിയുള്ള കൈകളായി മാറാൻ, ശരീരമായി മാറാൻ കർത്താവേ, നിന്റെ വിശുദ്ധ രക്തം മക്കളെ കൊടുക്കണമേ. ശ്വാസകോശ രോഗങ്ങളുള്ളവരുണ്ട്, കരൾ രോഗങ്ങളുണ്ട്, കിഡ്നി രോഗങ്ങളുണ്ട്, അവരെല്ലാം അങ്ങ് ഈശോ സ്പർശിക്കണമേ. ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ സന്ധിബന്ധങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ മാംസപേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. കർത്താവിൻ്റെ കാരുണ്യത്തിലെ എല്ലാ കോശങ്ങളെയും സ്പർശിക്കട്ടെ. കർത്താവ്, ആന്തരികമായ അവയവങ്ങൾ നിന്റെ വിശുദ്ധമായ രക്തത്തെ സ്പർശിക്കപ്പെടട്ടെ. കർത്താവ്, മാരകരോഗങ്ങൾ, മാറാരോഗങ്ങൾ കർത്താവിൻ്റെ രക്തം സ്പർശിക്കട്ടെ. 38 വർഷത്തിൻ്റെ ശക്തിയായി, കുർബാനയുടെ ശക്തിയായി ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ
പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി നടത്തിയിട്ടുള്ള മുഴുവൻ ആരാധനകളുടെയും അടയാളങ്ങളുടെയും ജനങ്ങളുടെ സാക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ രക്തം എല്ലാ മക്കൾക്കും തളിക്കപ്പെടണമേ. എല്ലാ ജീവിത ഭാരങ്ങൾ അനുഭവിക്കുന്നവർ, ജോലി ഇല്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, വീട് പോലും കെട്ടാൻ ഒക്കാത്തവർ, വീട് പണിയാൻ ഒക്കാത്തവർ, വീട് റിപ്പയർ ചെയ്യാൻ പറ്റാത്തവർ, കർത്താവ് സ്വന്തം സ്ഥലം പാടമായി പോയത് നിലവാക്കി കിട്ടിയിട്ട് അത് വീടിന് ലൈഫ് വീടിന് വെച്ചിട്ട് പിന്നെ ലോണും കൂടി എടുത്തിട്ട് ജീവിക്കാൻ വേണ്ടിയൊക്കെ നോക്കുമ്പോൾ ഒരെണ്ണത്തുമേ തട്ടി 9 ജീവിത അവസ്ഥകൾ നിന്ന് പോണവരുണ്ട്. ഒരൊറ്റ തടസ്സത്തെ 9 ജീവിത സാധ്യതകളെ തകർത്ത് കളയുന്ന ആ ഒറ്റ തടസ്സങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പോട്ടേന്ന് മാതാവിൻ്റെ മധ്യസ്ഥത കൽപ്പിക്കുന്നു. Lord Jesus Christ, pour out His Spirit. Thy fire fingers suck with the precious blood. Lord, infuse His Spirit. Infuse His Spirit of power and grace and healing and deliverance. In the name of Jesus Christ our Lord, who is coming to judge for the living and dead by fire. Amen. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന വചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമാണ്. 9-ാം അധ്യായം 56-ാമത്തെ തിരുവചനം. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. കേൾക്കുമ്പോൾ സിമ്പിളാണ്. എന്താണ്? അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. അപ്പോൾ നിങ്ങൾ ഇതിലെന്നാ മെസ്സേജ് ഇരിക്കണമെന്ന്. കാര്യം ഇതിൻ്റെ സിറ്റുവേഷൻസ് എന്ന് പറയണത് എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ ജെറുസലേമിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ പാഷൻ പ്രെഡിക്ഷൻ എന്ന് പറയുന്ന പീഡാനുഭവ പ്രവചനം ഓൾറെഡി ഡെലിവേർഡായി. 1-ാം സെക്ഷൻ. കാര്യം എന്താണ്? കർത്താവ് ജെറുസലേമിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്? മനുഷ്യപുത്രൻ ശത്രുക്കളെ ഏൽപ്പിക്കപ്പെടും, അവർ പീഡിപ്പിക്കും, അവർ വധിക്കും, കർത്താവിനെ വധിക്കും. എന്നാൽ 3-ാം ദിവസം ഉയർത്തി നിൽക്കും. ഇത് ആണ് ഇതിനുള്ളിൽ വെളിപ്പെടുത്താതിരിക്കുന്ന വിഷയങ്ങൾ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇനി വരാൻ പോകുന്ന വിഷയങ്ങൾ ശത്രുക്കളുടെ സംഹാര താണ്ഡവങ്ങളാണ് വരണത്. അപ്പോൾ ഈ ശത്രുക്കളോട് സംഹാര താണ്ഡവങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ശത്രുക്കളോട് നമുക്ക് എന്താ തോന്നുന്നത്? ശത്രുത തോന്നും. എന്ന് വെച്ചാൽ സുവിശേഷത്തെ ബാക്കിലോട്ട് അടിക്കും, പുറകോട്ടടിക്കും, മോസസിൻ്റെ കാലത്തിലേക്ക് കൊണ്ടുവരും. കർത്താവ് മോസസിൻ്റെ കാലത്ത് നിന്ന് നമ്മളെ സ്വർഗീയ ജെറുസലേമിൻ്റെ മിശിഹായുടെ കാലത്തിലേക്ക് ആണ് ഒരു പ്രയാണം. ഇത് ഒരു പെസഹായാണ് ശരിക്കും പറഞ്ഞാൽ. പാസ് ഓവർ, ബൈബിളിൻ്റെ ഒരു പാസ് ഓവർ ഉണ്ട്. എന്താണത്? അത് മോശയുടെ കാലത്തിൽ നിന്ന് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന ആ കാലത്തിൽ നിന്ന് മിശിഹായുടെ കാലത്തിലേക്ക്, കൃപയുടെ കാലത്തിലേക്ക് ഒരു മനുഷ്യരാശിയുടെ വളർച്ചയാണ് പുതിയ നിയമത്തിന് പഴയ നിയമത്തിന് പുതിയ നിയമം വരെ വളരണത്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തെ അഭിമുഖിക്കുമ്പോൾ അതിൻ്റെ സിറ്റുവേഷൻസ് കർത്താവ് മുന്നിൽ കാണുന്നുണ്ട്. എന്താണ്? സമറിയക്കാരുടെ വഴിയിലൂടെയാണ് ഈ ജെറുസലേമിലേക്ക് പോകേണ്ടത്. ജെറുസലേമിലേക്കുള്ള വഴി എപ്പോഴും അങ്ങനെ ഇരിക്കും. ഒരു സമറിയക്കാരെ നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം ജെറുസലേമിലേക്ക് തന്നെ പോകുന്ന കാരണം ആ നിത്യതയുടെ യാത്രയുടെ ഒരു ഭൗമികമായ ആവിഷ്കാരങ്ങളാണിത്. അപ്പം നിത്യതയ്ക്കുള്ള ഒരു യാത്ര വരുമ്പോൾ തന്നെ നമുക്ക് ആ നിത്യതയ്ക്ക് എതിരെ നിൽക്കുന്ന ഒത്തിരി ശക്തികൾ സമറിയക്കാരൻ്റെ പ്രതീകമായിട്ട് ശിഷ്യന്മാർക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. അത് ഈശോയ്ക്ക് അറിയാമത്. അതുകൊണ്ട് പറഞ്ഞ് നിങ്ങൾ സന്ധ്യാകാൻ പോണ്, നിങ്ങൾ സമറിയയിൽ പോയി നമുക്ക് രാത്രി കിടക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ ഇവർ യാക്കോബും യോഹന്നാനും ഫസ്റ്റ് പാട്ടിനെ വിടണത്. പത്രോസ് അവിടെ ഉണ്ടായിരുന്നു. വലിയ അത്ര കുഴപ്പക്കാരൊന്നുമില്ല, കുഴപ്പക്കാരെയാണ് പറഞ്ഞു വിട്ടിരിക്കണത്. എന്താ വിട്ടു? ഇവരാരാണ്? ഇവർ രണ്ടുപേരും ആ യോഹന്നാൻ മാന്താനയുടെ ശിഷ്യന്മാരാ. അപ്പോൾ യോഹന്നാൻ മാന്താനയുടെ ശിഷ്യൻ എന്ന് പറയുമ്പോൾ യോഹന്നാൻ മാന്താൻ എന്താ പറഞ്ഞിരിക്കുന്നത്? യോഹന്നാൻ സ്നാപകൻ എന്താ പറഞ്ഞിരിക്കണത്? വൃക്ഷങ്ങളുടെ വേരിന് കൂടാലോപിക്കപ്പെട്ടിരിക്കുന്നു, പഴം തരാത്തതെല്ലാം വെട്ടി വീഴ്ത്തപ്പെടും. അപ്പോൾ വളരെ കർക്കശമായ പഴയ ഏലിയാക്കാലം തിരിച്ചു വന്നിരിക്കണതാണ്. കോംപ്രമൈസ് ഇല്ലാത്ത ബാലിൻ്റെ പ്രവാചകന്മാരെ മുച്ചൂടും മുടിക്കുന്ന ഒരു കാലത്തിൻ്റെ ഓർമ്മയായിട്ട് ഒരവതാരമായിട്ട് സ്നാപകൻ നിൽക്കുകയാണ്. അപ്പോൾ പഴയ നിയമത്തെ പുതിയ നിയമം തള്ളിക്കളയണില്ല. സ്നാപകന് പഴയ നിയമത്തിൻ്റെ വക്താവായിട്ടാണ് കൂടെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇവർ പുതിയ നിയമത്തിൻ്റെ ആൾക്കാരാണ്. കുരിശിന് ചുവട്ട് നിന്നിട്ട് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരോട് നന്ദിയൊക്കെ പറഞ്ഞ് മിശിഹായുടെ രക്ഷണകൃത്യം പൂർത്തിയാക്കാൻ മിശിഹയെ സഹായിച്ചതിന് അവരെ ആശീർവദിച്ച് ഒക്കെ അപ്പോൾ മിശിഹാകാലത്തിൻ്റെ സ്വർഗീയ സ്നേഹത്തിൻ്റെ വക്താക്കളാകേണ്ട ആൾക്കാർക്ക് യോഹന്നാൻ്റെ ഫോർമേഷൻ പോരാ, ക്രിസ്തുവിൻ്റെ ഫോർമേഷൻ കിട്ടണം. അതിനുവേണ്ടിയാണ് ഇവരെ മനഃപൂർവ്വം ഈ സമറിയക്കാരൻ്റെ അവിടെ വടിയുമാളുമായിട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ടെന്ന് കണ്ടിട്ട് തന്നെ ഈ 2 കക്ഷികൾ അങ്ങോട്ട് പറഞ്ഞു വിടണം. അങ്ങോട്ട് പറഞ്ഞു വിട്ട് അവിടെ ചെല്ലുമ്പത്തിന് പണിയാവും.
പണിക്കാരെ എവിടെ ചെന്നാലും പണിയാകുകയാണ്. വൈരാഗ്യം, വിദ്വേഷം, ചതി, എടുത്തുചാട്ടം, മുൻകോപം, കലഹം, പിന്നെ ഇതൊക്കെയുള്ള പാർട്ടി എവിടെ ചെന്നാലും ആ സാധനം പുറത്തിടാനുള്ള സാഹചര്യം ഉണ്ടാകും. ഇവർ ചെല്ലുകയും അവർ വടിവാളുമായിട്ട് നിൽക്കുകയാണ്, നിൻ്റെയൊക്കെ തലവെട്ടിക്കളി എന്ന് പറയാം. അപ്പോൾ യോഹന്നാൻ സടകുടഞ്ഞ്, പഴയ സൗകര്യം സടകുടഞ്ഞ് എഴുന്നേറ്റിട്ട് യോഹന്നാൻ യൂട്ടേൺ അടിക്കും. അടുത്ത് കർത്താവിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ മസിൽ കയറി നിൽക്കും. അപ്പോൾ വിശ്വസിച്ചു, എന്നാ ഞങ്ങൾക്ക് ഈ അധികാരം തന്നെങ്കിൽ അവന്മാരുടെ പണി ഞങ്ങൾക്കിപ്പോൾ കൂട്ടുമെന്ന് പറയും. എന്താ? സുഖത്ത് നന്ദി ഇറങ്ങി വീഴും, അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ എന്ന് പറയും. അപ്പോൾ ഈശോ പറയും, മണ്ടന്മാരെ, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? കർത്താവിൻ്റെ വചനങ്ങളിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ടിപ്പണിയിലേ ഉള്ളു കണ്ടത്, 9:55 ലൂക്കാൻ്റെ സുവിശേഷം. എന്താ പറയണത്? വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്താണ്? എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്കറിയത്തില്ലെന്ന്. അതെ, മനുഷ്യൻ്റെ പ്രശ്നം അതാണല്ല. മനുഷ്യൻ്റെ മുഴുവൻ പ്രശ്നം എന്താണ്? നമുക്കുള്ള അരൂപി എന്താണെന്ന് നമുക്കറിയത്തില്ല, അതാണ് പ്രശ്നം. കുട്ടാരൂപിയുണ്ട്, ലോകാരൂപിയുണ്ട്. ഇത് നമ്മൾ അറിഞ്ഞാലല്ലേ ഈ സാധനത്തെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാരൂപിയെ നയിക്കപ്പെടണം, അപ്പോഴാണ് ദൈവത്തിൻ്റെ മക്കളാകണം. റോമ 8:14 പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാകും. അപ്പം ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മളെ ഏത് സാഹചര്യത്തിലൂടെ കടത്തി വിട്ടാലും ഈ ലോകത്തിൻ്റെ സന്തതികളെ ദൈവത്തിൻ്റെ സന്തതികളെ കൺവേർട്ട് ചെയ്യാനുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് വഴിയിലെ സമരക്കാരൻ. അപ്പോൾ ഇവന്മാർ തോറ്റില്ലേ? ഇനി ഈശോ എന്താ വിചാരിക്കണത്? അതാണ് അവസാനം, ആ ഭാഗം അവസാനിക്കുക. എന്താ പറയണത്? നിങ്ങൾക്ക് എന്ത് അരൂപിയാണുള്ളത് നിങ്ങൾക്ക് ഇപ്പം അറിയത്തില്ല. ഈ നിങ്ങൾക്ക് ഉണ്ടാകേണ്ട അരൂപി എന്താണെന്നുള്ളത് ഞാനിവിടുന്ന് വിട പറയണതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞോളാം. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഈശോ. അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? തൽക്കാലം ആ ഫോർമേഷൻ അവസാനിപ്പിച്ചിട്ട് അവൻ മറ്റൊരു വഴി, അതാണ് മറ്റൊരു വഴി എന്ന് പറയുന്നത്. മറ്റൊരു വഴിയെ ജെറുസലേമിലേക്ക് പോയി. അപ്പോൾ ഈശോ ഉദ്ദേശിക്കുന്നത് ഈ ലോകാരൂപി എന്ന് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്ത് ദൈവാരൂപിയിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിന് ഇഷ്യൂസ് ഉണ്ടാകണം. ആ ഇഷ്യൂസ് ഇവർക്ക് അതിന് ദൈവാരൂപിയിൽ, ആ ഇഷ്യൂസ് ഇവർക്ക് ദൈവാരൂപിയിൽ അതിനെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ്? ആ കേസ് എടുക്കാതെ അത് വിട്ടിട്ട് ലീവ് ചെയ്തിട്ട് വേറെ വഴിക്ക് പോകും. ചില കാര്യങ്ങൾ ഇപ്പം ഒരു കച്ചവടം നഷ്ടമാണ് എന്ന് വിചാരിച്ചോ, നഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യും? ആ നഷ്ടമാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പിന്നെയും ആ കച്ചവടത്തിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പം ചില ആൾക്കാർ ചീട്ട് കളിച്ചും മുടിയും, ചില ആൾക്കാർ PUBG കളിച്ചും മുടിയും, ചില ആൾക്കാർ ഓൺലൈനിൽ കാശിറക്കി 17 ലക്ഷത്തിൻ്റെ ഒരു കണക്ക് കൊണ്ടൊരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വഴി നിൻ്റെതല്ലെന്ന് കണ്ട നീ മാറ്റിപ്പിടിക്കണം, ലീവ് ഇറ്റ്. അതാണ് മറ്റൊരു വഴിക്ക് പോയെന്ന്. അതുകൊണ്ട് നിനക്ക് അടിക്കടി തകർച്ച ഉണ്ടാകണം, അടിക്കടി പരാജയം ഉണ്ടാകുന്ന വിഷയമാണെങ്കിൽ, നിനക്ക് അതിനകത്ത് കൃപ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അതിന് ശാശ്വതമായ ഉടമ്പടി പ്രകാരമുള്ള ഒരു വിഷയമല്ല എങ്കിൽ എൻ്റെ മക്കൾ മാറ്റിപ്പിടിക്കണമെന്ന് അച്ഛൻ്റെ അഭിപ്രായം. അത് തന്നെയല്ല സുവിശേഷത്തിൻ്റെ അഭിപ്രായം. അല്ലാതെ അതിൻ്റെ കടിച്ചു തൂങ്ങി ആ വിഷയത്തിൽ തന്നെ കടന്ന് ജീവിതകാലം മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്ത് ഉള്ളത് കൂടി നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ നിങ്ങൾ സുവിശേഷം ഏകുകയാണ്, സുവിശേഷം വായിക്കണ്ടേ? അത് സംശയമുള്ളവർക്കാണ് നമ്മൾ സാക്ഷ്യങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് എന്തുമാത്രം സാക്ഷ്യമാണെന്ന് ബേബിയില്ലേ, നമ്മുടെ മിനി യോഹന്നാൻ ഡൽഹി, അവരുടെ ജീവിതം തീർന്നല്ല. ഭർത്താവിന് ഷുഗർ രോഗം, പണിക്ക് പോകാൻ പറ്റണില്ല. അതുപോലെ തന്നെ അയാൾക്ക് തൈറോയിഡ്, വീട്ടിലിരിപ്പാണ്. മിനിയുടെ ജോലി പോയി, ഒരു ഹൗസിൽ പോലും ഹോം നേഴ്സ് പോലും ജോലി പോലും കിട്ടണില്ല. അങ്ങനെയൊക്കെ കടങ്ങൾ പെരുകി വാടക താമസിക്കുന്നു. അപ്പോഴും ഇവളെന്താ ചെയ്യണത്? അങ്ങനെയാണ് ഇവർക്ക് കൃപാസനത്തിൻ്റെ ലിങ്ക് കിട്ടിയത്. പിന്നെ എന്താ ചെയ്തിരിക്കണത്? പിന്നെ ഇരുന്നുകൊണ്ട് സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ട് ഇരിക്കും. സാക്ഷ്യം കാണിച്ച് സാക്ഷ്യം കേട്ട് അവസാനം ഓൺലൈൻ ഉടമ്പടി എടുത്ത്, നമുക്കറിയാമല്ലോ, നമുക്ക് ലൈറ്റേക്കാൻ്റെ പേർ റിക്വസ്റ്റൊക്കെ അമ്മ തരുമ്പോഴും ഓൺലൈൻ ഉടമ്പടി തരുമ്പോഴും എല്ലാവരും എന്നോട് ചോദിച്ചായിരുന്നു, ഇത് നമ്മുടെ മറ്റേ തീർത്ഥാടന ഉടമ്പടി പോലെ വർക്കൗട്ട് ചെയ്യുവാന്ന്. ഇപ്പോൾ അതിൻ്റെ അതേപോലെ വർക്കൗട്ട് ചെയ്യണം. നേർച്ച വസ്തുക്കൾ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യൻ തീരാൻ പോകണമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവന് അമ്മ മാതാവ് നീട്ടിയിട്ടിരിക്കുന്ന കച്ചിത്തുറുമ്പാണ് ഈ സംഭവം. ഓൺലൈൻ ഉടമ്പടിയും തീർത്ഥാടന ഉടമ്പടി. ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തിരിക്കണം. തീർത്ഥാടന ഉടമ്പടി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ മാതാവ് അത് പാലിക്കണേ. തീർത്ഥാടന ഉടമ്പടി എടുത്തു കഴിഞ്ഞ വെച്ചിട്ട് പിന്നെ ഇരുന്നുകൊണ്ട് സാക്ഷ്യം കേൾക്കും. പിന്നെ എന്ത് ചെയ്യും? ഉടമ്പടി ധ്യാനം കേൾക്കും. ഈ രണ്ട് സംഭവം കേട്ടാൽ മതിയല്ല. ഉടമ്പടി ധ്യാനം, ഉടമ്പടി സാക്ഷ്യവും കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വിശ്വാസം നിറയും. ഇത് കവിഞ്ഞ് മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ നേരത്ത് ദൈവത്തിൻ്റെ വക്താവായി നമ്മൾ മാറും. ദൈവത്തിൻ്റെ വക്താവായി നമ്മൾ മാറുമ്പോൾ ദൈവത്തിൻ്റെ വക്താവിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത ആർക്കാണ്? ദൈവത്തിന്. വേറെ പ്രശ്നമൊന്നുമില്ല, സിമ്പിളാണല്ലോ ഇത്. നിങ്ങളിത് സാക്ഷ്യം കേട്ടും ഉടമ്പടി ധ്യാനം കൂടി കഴിയുമ്പോൾ നിങ്ങൾ വിശ്വാസം നിറഞ്ഞ് നിങ്ങൾ അത് മറ്റുള്ളവർ കൈമാറും, ദൈവത്തിൻ്റെ വക്താവായി മാറും. അപ്പോൾ ദൈവത്തിൻ്റെ വക്താവിനെ സംരക്ഷിക്കാനുള്ള ചുമതല ആർക്കാണ്? ദൈവത്തിനാണ്. അതുകൊണ്ട് ദൈവം സംരക്ഷിക്കും. അവൾക്ക് നല്ല ശമ്പളമുള്ളൊരു ജോലി കൊടുത്തമ്മ ഞെട്ടിപ്പോവും.
അതായത് വീട്ടിൽ വരുന്നവരെല്ലാം കടക്കാരാണെന്ന് പറഞ്ഞില്ലേ, കോവിഡിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ നുണ പറഞ്ഞതെന്ന്. അങ്ങനെ നുണ പറയാതെ ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനല്ലേ. കാര്യം എന്താണ്? ക്രിസ്തു അത്രയും അവളിൽ നിറഞ്ഞിട്ടില്ലായിരുന്നു. ക്രിസ്തു നിറഞ്ഞു കഴിഞ്ഞപ്പോഴേ വിഷയം മാറും. പിന്നെ എന്താണ്? പിന്നെ നുണ പറയത്തില്ല, സത്യം പറയത്തുള്ളൂ. ഉള്ളതുള്ളത് പോലെ പറയും. എന്താണ്? ബാക്കി കർത്താവ് നോക്കട്ടെന്ന് പറയും. എൻ്റെ നുണ കൊണ്ട് തന്നെ ഞാൻ സംരക്ഷിക്കേണ്ട കാര്യമില്ല, കർത്താവിനെ സംരക്ഷിക്കട്ടെ. അപ്പോൾ അതാ വിഷയം. ആൾ വ്യത്യാസം വന്ന് ഇതാണ് ആൾക്കാർക്ക് ഉണ്ടായിരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചെടുക്കണം. അതുകൊണ്ടാണ് ധൃതിക്കൊന്നും ഉടമ്പടി ചെയ്യരുത്. പ്രാർത്ഥിച്ച് ഭംഗിയായിട്ട് ഒരു സബരിയ പോലെ ആകണം. എന്നുവെച്ചാൽ വളരെ ശ്രദ്ധയോടെ ഒരു ബലിദാനം പോലെ വരണം. നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിന് പറ്റുന്ന രീതി പുനഃക്രമീകരിക്കുന്ന ഒരു പ്രക്രിയയാണത് ഉടമ്പടി. അതിൻ്റെ അകത്ത് അച്ഛൻ പറഞ്ഞ് അതൊരു 3 phase പ്രോജക്റ്റാണ്. ഒന്ന് പ്രയറുണ്ട്, അതിൻ്റെ അകത്ത് അത് പ്രയറുണ്ട്. രണ്ടാമത്തെ എന്താണ്? സുവിശേഷ കൈമാറ്റമുണ്ട്. മൂന്നാമത്തത് എന്താണ്? ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ള വേറെ ഏത് പ്രാർത്ഥനയുണ്ട്, വേറെ ഏത് പദ്ധതിയുണ്ട്? ഇത് 3 phase പ്രോജക്റ്റാണ്. അതുകൊണ്ടാണ് ഇടിവെട്ട് സാക്ഷികൾ നടക്കാൻ കാരണം ഇതാണ്. ഇപ്പോൾ ഇതെന്താ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പെൺകുട്ടിയുടെ അതായത് ബിൻസി ജോഷുവ ഈ ആത്മഹത്യയുടെ സാക്ഷ്യമാണ് പറക്കണത്. പക്ഷേ അത് പറന്നില്ലായിരുന്നെങ്കിൽ പറക്കാൻ സാധ്യതയുണ്ടായിരുന്നത് ബിൻസി ജോഷുവ. എനിക്കിഷ്ടപ്പെട്ടത് ബിൻസി ജോഷുവയുടെ സാക്ഷ്യമാണ്. എന്താ പ്രശ്നം വെച്ചാൽ ഇവൾ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടിയുടെ ബ്ലെസ്സിങ് എങ്ങനെ ഒരു ബ്ലിസ്ഫുൾ ആന്തരികതയാണ്. അതായത് അവൾ പ്രഗ്നൻ്റ് ആവും. പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ ഡോക്ടർ പറയും, ഇത് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ കൊച്ചിന് 4 ഹൃദയത്തിൽ 4 അറയില്ലേ, അതിൽ 2 അറയില്ല. ചുങ്ങിയിരിക്കുക ഉള്ളതില്ലാത്ത കണക്കാണ്. പിന്നെ 2 അറയാണുള്ളത്, അത് വർക്കൗട്ട് ചെയ്യുന്നില്ല. അതിൻ്റെ ചില നാളികൾ ജാമാണ്. അപ്പോൾ കുട്ടി അകത്ത് കിടന്ന് മരിച്ചതുപോലെ കിടക്കുകയാണ്. അപ്പോൾ കുട്ടി ശ്വസിക്കണത് അമ്മ ശ്വസിക്കുന്നത് കൊണ്ട് അമ്മ എടുക്കുന്ന ഓക്സിജനാണ് കുട്ടിക്ക് കിട്ടണത്. അതുകൊണ്ടാണ് ഇപ്പം കുട്ടി വയറ്റിൽ ജീവനുള്ളതുപോലെ കിടക്കണം. അപ്പോൾ ഡോക്ടർ പറയും എത്രയും വേഗം തന്നെ അബോർട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ നിങ്ങളും ചത്തുപോകുമെന്ന് പറയും. അപ്പോഴേ ഈ ബിൻസി പറയും, ഇത് ഞങ്ങളായിട്ട് അതിൻ്റെ മേൽ കൈവെക്കത്തില്ല ഡോക്ടറെ. ഈശോ അത് മരിച്ചു കഴിഞ്ഞ് ഈശോ എന്താ വെച്ചാൽ ചെയ്യട്ടെ, വിളിക്കട്ടെ. അതാണ് വിശ്വാസത്തിൻ്റെ പ്രകടനം എന്ന് പറയുന്നത്. അത് നിലപാടാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാലല്ലേ, അതൊരു നിലപാടിൻ്റെ ഭാഗമാണ്. ഈ ബിൻസി ജോഷുവയുടെ നിലപാടെന്ന് പറയുന്നത് ഈ കാലഘട്ടങ്ങളിൽ ഞാൻ കേട്ട ഏറ്റവും നല്ല നിലപാടിലൊന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വയറ്റിൽ കിടക്കുകയാണ്, കൊച്ചു മരിച്ചു കിടക്കുന്ന പോലെ കിടക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നത്, നിങ്ങൾ ഈ കുട്ടിക്ക് എന്തെങ്കിലും വന്നാൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിലാണ് അതിൻ്റെ കേട്, ഹോസ്പിറ്റലിൻ്റെ പേര് പോകും, അത് നിങ്ങൾക്ക് ഇറങ്ങിത്തരണം. അപ്പോൾ ഈ ഗർഭിണിയെ അവർ ഇറക്കി വിടും. അതാ സംഭവം. വേറെ ഹോസ്പിറ്റൽ വരുമ്പോഴും 2nd ഒപ്പീനിയൻ 3rd ഒപ്പീനിയൻ 4th ഒപ്പീനിയൻ ഒക്കെ എല്ലാം പറയുന്നത് കുട്ടി എടുത്ത് കളയണം എന്ന് പറയും. പക്ഷേ ബിൻസി പറഞ്ഞ് എടുത്ത് കളയേണ്ടത് കർത്താവാണ്, ഞാനല്ലെന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. വിശ്വാസം ജീവിക്കണില്ലേ ആൾക്കാരെ? അത് കേൾക്കണ്ടേ നമ്മൾ അതായത് വിശ്വാസം ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ എടുത്തു കളയാതെ എന്നിട്ട് ബിൻസി പറയില്ല. എന്താ പ്രശ്നം വെച്ചാൽ ഇവൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ കൊച്ചിന് 400 ഗ്രാമായിരുന്നു തൂക്കം. അതായത് ബിൻസി കിട്ടിയ ഒരു ഉറപ്പതാണ്. കൊച്ചിൻ്റെ തൂക്കം 400 ഗ്രാമായിട്ട് മാറണില്ല. ഇത് എങ്ങനെയാണ് ഹാർട്ട് ശ്വസിക്കാത്ത കൊച്ചിന് എങ്ങനെ തൂക്കം വെക്കണത്? വെക്കത്തില്ല. 2 അറ ഇല്ലല്ലോ. ഹൃദയത്തിന് 2 അറ, 4 അറയിൽ 2 ഇല്ല, 2 ഉള്ളൂ. അതിലൊരെണ്ണം വർക്ക് ചെയ്യണത് എൻ്റെ വാൽവിന് കേടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു മോട്ടൽ ആയിട്ടുള്ള പ്രശ്നം, മാരകമാണ് പരിപാടി. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എടുക്കണ ഉടനെ മാതാവ് ഒരു അടയാളം കാണിക്കും. അതാണ് ഞാൻ അടയാളം വേണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. അടയാളം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് 3 ആഴ്ചക്കുള്ളിൽ കൊച്ചിൻ്റെ തൂക്കം 1 400 കൂടും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ കൂടാൻ ന്യായമില്ല. വൈദ്യശാസ്ത്രമല്ലേ, കറക്റ്റല്ലേ അവർ പറയണത്, ഇങ്ങനെ കൂടാൻ ന്യായമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതായത് പിന്നീട് അപ്പോഴും ഡോക്ടർ കൊച്ചിനെ എടുത്ത് കളയാൻ തന്നെയാണ് 4ാമത്തെ ഡോക്ടറാണേ. പക്ഷേ ബിൻസി അത് ജിൻസി അത് സമ്മതിക്കത്തില്ല. ബിൻസി അങ്ങനെ വന്നപ്പോൾ ഇതൊരു വിശ്വാസത്തിൻ്റെ നിലപാടാണ്. നമുക്ക് ഈ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന മാത്രമല്ല അറിയാൻ പാടില്ല. ഞാൻ ഒരു കാര്യം പറയാം, സങ്കടത്തോടെ പറയാം. ഈ ഉടമ്പടി എടുക്കുന്നത് 70% പേരും ചുമ്മാ പ്രാർത്ഥനാ തൊഴിലാളികളാണ്. ചുമ്മാ ഏതെങ്കിലും ഇട്ടത്ത് മൂഴിയുന്നുണ്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി ഒപ്പിച്ച് പോകുന്ന ഭിക്ഷാന്തികൾ, അനുഗ്രഹത്തിൻ്റെ പറ്റിപ്പഴപ്പം ഭിക്ഷാന്തികളാണ്. നിങ്ങൾ അങ്ങനെ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ദൈവത്തിൻ്റെ സ്വഭാവം എന്താ? തൂക്കി നോക്കണതാണ്. ഞാൻ നിന്നെ തൂക്കി നോക്കി, നീ ഭാരം കുറഞ്ഞവളായി കാണപ്പെട്ടു എന്ന് പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ ഈശോ പറയുമ്പോൾ നിങ്ങൾ അളക്കുന്ന അളവുകോലും ഉണ്ട്, നിങ്ങൾക്ക് അളന്ന് കിട്ടും. അപ്പോൾ ദൈവത്തിനെ അളക്കാൻ പോയാൽ നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് പഴയ ആൾക്കാർ തന്നെ നിലനിൽക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഇവൾ അങ്ങനെയല്ല. ഇവളെ വിശ്വാസത്തിൽ നിലപാടുള്ള സ്ത്രീയാണ്. അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ 8ാം മാസമായപ്പോൾ കൊച്ചിൻ്റെ തൂക്കം 3500 അപ്പോൾ ഡോക്ടർ പറയും ഇതിന് ഇനിയിപ്പോൾ 3500 ആയില്ലേ, ഇനിയിപ്പോൾ സിസേറിയൻ എടുക്കണമെന്ന് പറഞ്ഞു. സിസേറിയൻ. പക്ഷേ സിസേറിന് വേണ്ടി ആശുപത്രി പ്രവേശിപ്പിച്ച് ഇത് സംഗതി റിസ്ക് തന്നെയാണല്ലോ. ഹാർട്ടിൻ്റെ അതേ രൂപത്തിൽ പോവുകയാണ്, വടയിൽ തന്നെ പോവുകയാണ്. ഇവളുടെ ഒറ്റ വിശ്വാസത്തിൽ നിൽക്കുകയാണ്. ഇത് അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ
കൊച്ചിനെ സിസേറിയൻ ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ പോയി. അമ്മയുടെ പോക്ക് എന്ന് വെച്ചാൽ 1% മാത്രം അമ്മയ്ക്ക് സാധ്യത, 99% കൊളാപ്സായി. അപ്പോൾ ഈ ജിൻസി പറയുന്നൊരു വാക്കുണ്ട്, എന്താണ്? എൻ്റെ ആത്മാവ് ദൈവത്തെങ്കിലേക്ക് പോകണത് എനിക്ക് കാണാമായിരുന്നെന്ന്. ആ സാക്ഷ്യങ്ങൾ കേൾക്കണം. എൻ്റെ ആത്മാവ് ദൈവത്തെങ്കിലേക്ക് പോകണം എനിക്ക് കാണാമായിരുന്നു. അതിശീഘ്രം അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അമ്മയുടെ കൈകൾ, മാതാവിൻ്റെ കൈ വന്ന് എന്നെ കടന്നു പിടിച്ചു, എന്നെ തിരിച്ചു വലിച്ചുകൊണ്ട് വന്നെന്ന്. ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഞാൻ വേറൊരു ആശുപത്രി കിടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഈ സാക്ഷ്യമാണ് ഇന്നത് ഈ ആഴ്ചയിലെ ഏറ്റവും ടോപ്പ് സാക്ഷ്യം. അത് മറ്റേ സാക്ഷ്യം അതുപോലെ തന്നെയാണ്. പക്ഷേ ഇതെന്ന് പറയണത് മരിച്ചുപോയ ഒരാളെ ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരുന്ന മാതാവിൻ്റെ കൈകൾ. ഞങ്ങളെപ്പോഴും ഡിസ്കസ് ചെയ്യുമ്പോൾ, ഞാനും ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ സഹപ്രവർത്തകരുമായിട്ട് പ്രധാനപ്പെട്ട സഹപ്രവർത്തകർ ഞാൻ പറയും, അമ്മയ്ക്ക് ആത്മാവിൻ്റെ മേലും അധികാരമുണ്ടെന്ന് പറയും. കാര്യം എന്താണ്? ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയാണ് അവർ. അതാണ് അവർ മുട്ടിത്തെരിപ്പിക്കപ്പെട്ട ധ്യാനിക്കാൻ പറയുമ്പോൾ രാജാധികാരമല്ലേ. ഭൂമിയുടെ മേലും സ്വർഗത്തിൻ്റെ മേലും രാജാധികാരമാണ്. ഭൂസ്വലോകങ്ങളുടെ മേൽ രാജ്ഞിയായി മുട്ടിത്തെരിപ്പിക്കപ്പെട്ടതിന് മേൽ ധ്യാനിക്കുക എന്നല്ലേ പറയണത്. അതാണ് നമ്മൾ ധ്യാനിക്കണത്. കത്തോലിക്കൻ ധ്യാനിക്കണതിലാണ്. എന്താണ്? ഭൂസ്വലോകങ്ങളുടെ മേൽ രാജ്ഞിയായി മുട്ടിത്തെരിപ്പിക്കപ്പെട്ടതിന് മേൽ രാജാധികാരമാണ് ശരിക്കും. അതുകൊണ്ട് തന്നെ നിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ അതിൻ്റെ കർത്താവിന് നിനക്ക് സമയം നീട്ടിത്തരാൻ പറ്റും. അത് അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ ആത്മാവിനെ തിരികെ കൊണ്ടുവന്നിട്ട് അമ്മയുടെ ശരീരത്തിലേക്ക്, ആ പഴയ സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ വേറെ ഒരു ഹോസ്പിറ്റലാണ് ഇവർ നിൽക്കുന്നത്. ആ കൊച്ചിനെയും കൊണ്ടുവന്ന് സാക്ഷി പറയുമ്പോൾ ഈ കൊച്ചിനെയാണ് 4 ആശുപത്രിക്കാർ കൊല്ലണമെന്ന് പറഞ്ഞത്. ഇവരുടെ ഒരൊറ്റ വിശ്വാസത്തിലാണ്. ഈ വിശ്വാസം ഇങ്ങനെ ശക്തമായത് കാരണമാണ് മരിച്ചിട്ടും ഇവരെ തിരിച്ചുകൊണ്ട് വരണത്. മക്കളെ, വിശ്വാസത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതാണ്. മരിച്ചാലും ദൈവം നിന്നെ തിരിച്ചുകൊണ്ട് വരും. അതിൻ്റെ കടമായാലും തകർച്ചയായാലും രോഗമായാലും നീ ചിഹ്നമായി പോയി കഴിഞ്ഞാലും, നിൻ്റെ കുട്ടികൾ നിന്നെ വെറുത്താലും, നിൻ്റെ ഭർത്താവ് നിന്നെ വെറുത്താലും, നിൻ്റെ സമൂഹം നിന്നെ വെറുത്താലും, നീ തന്നെ വലിയ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചതി ചെന്ന് വീണാലും, എൻ്റെ ദൈവവേദനയിലെ മാതാവിൻ്റെ മധ്യസ്ഥത യേശുനാമത്തിലാണ് നീ വിശ്വസിക്കണമെങ്കിൽ, നീ ജയിലിൽ കിടന്നാലും ശരി, ഇനി തിരിച്ചു പോകാൻ നിൻ്റെ വീട്ടുകാർ നിന്നെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ശരി, നിൻ്റെ ദൈവം നിന്നെ തിരിച്ചെടുക്കും, തിരിച്ചുകൊണ്ട് പുനഃസ്ഥാപിക്കും. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ ജീവനെ അവരുടെ സ്നേഹത്തിന് ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന. നിങ്ങൾക്കറിയാം, ജനം ഉടമ്പടിയിൽ പുരോഗമിക്കുന്നത് ആരാധനയിൽ വളർച്ച പ്രാപിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ സാക്ഷ്യം പറയുന്നവരെല്ലാം അച്ഛൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നില്ലേ. അത് കാരണം ആരാധനയിലാണ് അച്ഛൻ ഓരോ കാര്യങ്ങൾ ഉടമ്പടിയെക്കുറിച്ച് പറയുന്നത്. ഉടമ്പടി എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യിക്കേണ്ടത്, നമ്മുടെ വിഷയം ഉടമ്പടിക്ക് എങ്ങനെയാണ് അഭിമുഖമായിട്ട് വെക്കേണ്ടത്, വെക്കുമ്പോൾ നമ്മളതെങ്ങനെയാണ് ആ വിഷയത്തിന് മേൽ ദൈവിക ഇടപെടൽ ഉണ്ടാവുന്നത്, ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഉടമ്പടി പ്രകാരം, ഇങ്ങനെയുള്ള ഒരു ബിബ്ലിക്കൽ ടെക്നോളജിയാണ് ശരിക്കും ഉടമ്പടി ധ്യാനത്തിൻ്റെ കാത എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് ഓരോ നോട്ടേഷൻസ് നിങ്ങൾക്ക് തരണത്. അപ്പോൾ ഉടമ്പടി ധ്യാനം ഫോളോ ചെയ്യണം. അതെല്ലാ ധ്യാനവും. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സാക്ഷ്യം ഉണ്ടായത്, പണ്ടെങ്ങോ അവർ കേട്ടൊരു ധ്യാനമാണ്, പണ്ടെങ്ങോ പറഞ്ഞ ഒരു ധ്യാനമാണ്. ഇപ്പോഴവർ കാഷ്വലായിട്ട് നോക്കിയപ്പോൾ അവർക്ക് അതിൻ്റെ അകത്തൊരു ഗെറ്റ് ത്രൂ കിട്ടി. അപ്പോൾ എല്ലാ ധ്യാനങ്ങളിലും ദൈവം അതിൻ്റെ ഗെറ്റ് ത്രൂ എന്ന് പറയുന്നത് എന്താണ്? പോംവഴി. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളല്ലേ നമ്മൾ ഉടമ്പടിയിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ പോംവഴികൾ, പരിഹാര മാർഗങ്ങൾ, നിർദ്ധാരണ സങ്കേതങ്ങൾ ഒക്കെ ബിബ്ലിക്കൽ ഫോർമുല ഉണ്ട്. ഈ ബിബ്ലിക്കൽ ഫോർമുലയാണ് നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ച് തരണത്. അതുകൊണ്ട് തന്നെ ഓരോ ഉടമ്പടി ധ്യാനവും തമ്മിൽ ഒരിക്കലും മിക്സ് ആകത്തില്ല. നേരത്തെ പറഞ്ഞു തന്നെ പിന്നെയും പറയത്തില്ല. 1000 ഉടമ്പടി ധ്യാനം ഉണ്ടെങ്കിൽ 1000 ടോപ്പിക്കായിരിക്കും. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളറിയാമല്ലോ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചു. ഞാൻ ജയേഷം അവിടെ അയർലൻഡിൽ ധ്യാനിപ്പിക്കാൻ പോകുകയായിരുന്നു. അപ്പോൾ ഞാൻ ഭയപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇങ്ങനെയുള്ള ധ്യാനങ്ങളൊന്നും പുറത്ത് ഞാൻ എടുക്കത്തില്ലായിരുന്നു പണ്ട്. ഇപ്പോൾ എടുക്കാൻ തുടങ്ങി. ഇപ്പോൾ നമ്മളിത് കഴിയുമ്പോൾ ഇനി ഇസ്രയേലിലെ കർത്താവിൻ്റെ ജന്മസ്ഥലത്ത്, അതുപോലെ തന്നെ ഗലീലയിൽ ധ്യാനം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ജെറുസലേമിൽ ധ്യാനം എടുത്തിട്ടുണ്ട്, പിന്നെ ഇസ്രയേലിൻ്റെ തലസ്ഥാനത്ത് ധ്യാനമുണ്ട്. അപ്പോൾ പണ്ടെടുക്കത്തില്ലായിരുന്നു. എടുക്കാത്തതിൻ്റെ കാരണം 3-4 കാരണങ്ങളാണ്. ഒന്ന്, എനിക്ക് കർത്താവ് അനുവാദം തന്നിട്ടില്ലായിരുന്നു. രണ്ടാമത്തെ കാരണങ്ങളെല്ലാം എൻ്റെ ശാരീരിക മാനസിക പ്രശ്നങ്ങളാണ്. ശാരീരിക പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തണുപ്പ് വന്നപ്പോൾ തൊണ്ട അടക്കുകയും
പിന്നെ തോട്ട് സോർ ഉണ്ടാകുകയും അത് ശ്വാസം മുട്ടലാകുകയും വലിവാകുകയും ന്യൂമോണിയ ആകുകയും ഇത് എല്ലാ എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലുള്ള ഒരു വർഷം 3 പ്രാവശ്യമെങ്കിലും ചെസ്റ്റ് ബ്ലോക്കാവും. ചെറിയ ജലദോഷത്തെ തുടങ്ങിയിട്ട് ഇൻഫെക്ഷൻ കയറി പിന്നെ പനിയായി പിന്നെ ശ്വാസത്തിൽ കഫ തടസ്സം ഉണ്ടായി അത് പഴുത്ത് പിന്നെ കിടപ്പായി പിന്നെ കുറേ നാൾ കഴിഞ്ഞാൽ പൊങ്ങി വരത്തുള്ളൂ. ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് തുടങ്ങിയാണ്. ആദ്യം എനിക്കതിനെക്കുറിച്ച് ഭയങ്കര സങ്കടവും ഉൾക്കണ്ടൊക്കെയായിരുന്നു. പിന്നെ കുറേ നാളായി കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി, അതായത് നമ്മളൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിൻ്റെ പേയ്മെൻ്റ് ഉണ്ട്. പേയ്മെൻറ്റ് നമുക്കറിയാമല്ലോ, നിങ്ങൾക്കും ഉണ്ടാവും ആ പേയ്മെൻറ്റ്. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നിങ്ങളവർക്ക് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി ഇടിച്ചല്ല, ഉടമ്പടി എടുത്ത് വണ്ടി ഇടിക്കത്തൊന്നുമില്ല, ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് പാടുകേടായല്ല, ക്ഷീണമായല്ല എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റാണത്. അപ്പം നിങ്ങൾ സന്തോഷിക്കണം, ബോധം ഉണ്ടെങ്കിൽ സന്തോഷിക്കണം, ബോധമില്ലെങ്കിൽ വേറെ വല്ല പണിക്കും പോകണം, ഉടമ്പടി എടുക്കരുത്. കാര്യം ഇതിനെല്ലാം, അതായത് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് നമ്മുടെ സിറ്റുവേഷൻസ് വീക്കാക്കി കളയും. ദൈവം അതെല്ലാവരും അറിയണം, സിറ്റുവേഷൻസ് വീക്കാക്കി കളയും. ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്കൊരു ജോലി പ്രശ്നമേ ഉള്ളെന്ന് വിചാരിച്ചോ, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്കൊരു പ്രൊമോഷൻ പ്രശ്നമേ ഉള്ളൂ, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്കൊരു PR പ്രശ്നമേ ഉള്ളൂ, ഒരു പ്രശ്നവുമില്ല, ഒരു വീടിൻ്റെ പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ആ വീടിന് വന്ന് ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ പേയ്മെൻറ്റ് ചെയ്യാൻ പറയും. അയ്യോ, അതായത് അതിൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾക്ക് സത്യസന്ധമായ ദൈവാനുഗ്രഹത്തിന് പേയ്മെൻറ്റ് മസ്റ്റാണ്, ഫ്രീ അല്ല. നമുക്ക് ഫ്രീ ഒക്കെ കിട്ടുന്നത് വളരെ എല്ലാ കാര്യവും ഫ്രീ കിട്ടത്തില്ലല്ലോ, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഫ്രീ കിട്ടത്തില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈശോയോട് തന്നെ ദൈവത്തിന് വേണമെങ്കിൽ മനുഷ്യൻ്റെ പാപങ്ങളെ പൊറുക്കട്ടെ എന്ന് പറയുമ്പോൾ കർത്താവ് ഇവിടെ വന്നിട്ട് അതല്ല ചെയ്തത് അല്ലേ? ആ കുഷ്ഠരോഗിയുടെ എന്താ പറഞ്ഞത്? കുഷ്ഠരോഗിയോട് എന്താ പറഞ്ഞത്? നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. 5:9 മർക്കോസിലെ തലവാത രോഗിയെ കട്ടിലോടുകൂടി താഴേക്ക് ഇറക്കുമ്പോൾ ഈശോ പറഞ്ഞ വാക്കാണ്. എന്താണ്? ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 20-ാം തിരുവചനം വായിച്ചോളൂ. അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു, മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ലുക്ക 5:9 ലുക്കായുടെ സുവിശേഷത്തിൽ വരുമ്പോൾ 5-ാം അധ്യായം 9-ാം വാക്യമാണ്. എന്താണ്? മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇതൊരു സിമ്പിൾ സംഭവമാണ്. ഇത് ദൈവത്തിന് പൊതുവെ പറഞ്ഞാൽ മതിയായിരുന്നു, പാപങ്ങളെല്ലാം ക്ഷമിച്ചു തരാം. മനസ്സിലായി? മനുഷ്യരാശിയുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കാൻ ഒരു വാക്ക് മതി. ഇതിന് മനുഷ്യാവതാരത്തിൻ്റെ കാര്യം പോലും ഇല്ല, പാപങ്ങൾ ക്ഷമിക്കാൻ. കാര്യം മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം എന്താണ്? പാപത്തിന് പരിഹാരമാണ്. അപ്പോൾ ഈ പരിഹാരം എന്നുള്ള വിഷയം, റെമിറ്റൻസ്, ദൈവത്തിൻ്റെ നീതിയുടെ ഭാഗമാണ്. ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെടേണ്ടി വന്നത് പാപത്തിന് പരിഹാരമാകേണ്ടി വന്നതിൻ്റെ സാഹചര്യം എന്താണ്? ഈ നീതിയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ഈസിയായിട്ട് തരാൻ കഴിയാവുന്ന കാര്യങ്ങൾ ദൈവം നമ്മളിലേക്ക് എന്താ വാങ്ങിക്കണത്? അതിൻ്റെ പേയ്മെൻറ്റ് വാങ്ങിക്കും. പേയ്മെൻറ്റായിട്ട് എന്താണ് മേടിക്കണത്? പേയ്മെൻറ്റായിട്ട് വാങ്ങിക്കണത് നിങ്ങളെ കഷ്ടപ്പെടുത്തുകയൊന്നുമല്ല. 3 കാര്യങ്ങളാണ് ദൈവം പേയ്മെൻറ്റായിട്ട് വാങ്ങിക്കണത്. എന്തൊക്കെയാണ്? വിശ്വാസം, പിന്നെന്താണ്? പ്രത്യാശ, പിന്നെന്താണ്? സ്നേഹം. ഇത്രയും കാര്യമാണ് ദൈവം പേയ്മെൻറ്റായിട്ട് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടിയിൽ വാഗ്ദാനം പ്രാപിക്കാൻ പോകുന്നവരെ ഈ 3 പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ആസ്തി ഭദ്രത ഉണ്ടോ എന്ന് നോക്കണം. ആസ്തി ഭദ്രത, അതിനാണ് ഈ ഉടമ്പടി ധ്യാനം നടത്തുന്നത്. ചിലർ ഉടമ്പടി ധ്യാനം കൂടാതെ വന്നിട്ട് ഓഫീസിൽ അവിടെ ഇവിടെയൊക്കെ ഓരോ കാര്യം ചോദിച്ചു നടക്കും. അപ്പോൾ നമുക്ക് അറിയാം ഇവർ ഉടമ്പടി ധ്യാനം കൂടിയിട്ടില്ല, വെറുതെ കൊണ്ടുവന്ന് എന്തോ അഭ്യാസം കാണിച്ച് പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക്, നമുക്കറിയാം ഇത് കറക്റ്റായിട്ട് ഉടമ്പടി ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടി സിൽവർ ഗ്രേ ഇപ്പോൾ എത്ര പേര്? 12 പേരുടെ കയ്യിൽ ഇരിപ്പുണ്ട് സിൽവർ ഗ്രേ. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും മാതാവിൻ്റെ ജീവിക്കുന്ന ഒരു നിറവാണ് സിൽവർ ഗ്രേ. 12 പേരുടെ കയ്യിൽ ഉള്ള ഉടമ്പടി, വെള്ള ഉടമ്പടി കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഉടമ്പടി സിൽവർ ഗ്രേ. ഉടമ്പടി സിൽവർ ഗ്രേയിൽ ഇപ്പോൾ കൊച്ചച്ഛനിടക്ക് അവരങ്ങനെ ഉള്ള ആൾക്കാർ പെട്ടെന്ന് വന്നത് അച്ഛൻ്റെ അടുത്താണ്. അവർക്ക് ആർക്കും എന്നെ കാണണമെന്നൊരു നിർബന്ധവും ഇല്ല. എന്താ കാര്യം? അവർ ഉടമ്പടിയുടെ A to Z ജീവിത രീതികൾ പഠിച്ചിട്ട് അവർക്ക് തന്നെ സ്വന്തമായിട്ട് പരപ്രസാദം ഉൽപ്പാദിപ്പിക്കാനും വരുന്ന സാഹചര്യങ്ങളെ എങ്ങനെയാണ് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് നമ്മുടെ അവകാശത്തിലാക്കണമെന്നൊക്കെ അവർക്ക് ബുദ്ധിയും ബോധമുള്ളവർക്ക് മനസ്സിലാകും. കാര്യം നമ്മളൊരു ഇമോഷണൽ സെറ്റപ്പിൽ നിന്നാണ് ഡെലിവർ ആയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ഇപ്പോൾ വിശ്വാസം ഒരു ബുദ്ധിപരമായ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് മാറിയിരിക്കുകയാണ്. അതാണ്
അച്ഛൻ ഇന്ന് കുർബാനയ്ക്ക് സംസാരിച്ചത്. വിശ്വാസം ബുദ്ധിപരമായ ഒരു നിക്ഷേപമായി മാറിയിരിക്കുകയാണ്. വിശ്വാസ ജീവിതം, വിശ്വാസമല്ല, വിശ്വാസ ജീവിതം. അതായത് നമ്മൾ ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളോട് ചേർത്ത് വെക്കാൻ ആർക്ക് കഴിയുന്നുവോ, ഇപ്പം ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുന്നവരെ, അല്ല നമ്മുടെ ശരീരത്തിൽ വരുന്ന പോരായ്മ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൊളോസ്യസ് 1:24 നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ പറഞ്ഞ ഏറ്റു പറഞ്ഞ ഇതൊരു ക്യാപിറ്റൽ വേർഡാണ്, ഇതൊരു ആണിവചനമാണ്. നമ്മൾ കീ വേർഡ് എന്നൊക്കെ പറയത്തില്ലേ. പറഞ്ഞ കൊളോസ്യസ് 1:24 നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം, മുതലെടുക്കണം. ഇതാ ഞാൻ പറഞ്ഞത് ഇൻഡയറക്റ്റ് നിക്ഷേപമാണെന്ന് പറഞ്ഞത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്? നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 1 കൊരിന്തോസ് 6:20 നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ആരാണ് നമ്മൾ വിലക്ക് വാങ്ങിയത്? ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. അപ്പോൾ പേയ്മെൻറ്റ് നടത്തിയതാണ്. ആരാണ് പേയ്മെൻറ്റ് നടത്തിയത്? ക്രിസ്തു. അപ്പം നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് എന്ന് പറയുമ്പോഴേ ക്രിസ്തു നമ്മൾ ചെയ്ത മനുഷ്യരാശിയുടെ ബലഹീനതകൾ, ഇപ്പം ബലഹീനതകൾ പരക്കെ ഏത് മതക്കാരും അംഗീകരിക്കുന്നതാണ്. മനുഷ്യരാശിക്ക് ബലഹീനതയുണ്ടെന്ന്. ശബരിമലയെ അവർ ഇരുമുടി കെട്ടി പോകുന്നവരും അതുപോലെ കാബ സ്റ്റോണിലെ ഹജ്ജിന് പോകുന്നവരും എല്ലാവരും മനുഷ്യൻ്റെ ബലഹീനതയെ അവർ അംഗീകരിക്കുന്നുണ്ട്, അല്ലേ? മനുഷ്യൻ പാപാവസ്ഥയിലുള്ളതാണെന്ന്. പക്ഷേ സംബഡി ടു ഗീവ് ദി റെമിറ്റൻസ്, അതിന് ആരെങ്കിലും ഒരാൾ പരിഹാരം ചെയ്യണ്ടേ? ആ പരിഹാരമാണ് ദൈവപുത്രനായ ഈശോ നമുക്ക് വേണ്ടി ഏറ്റെടുത്തത്. കൈയടിച്ച് കർത്താവേ.